കഴിഞ്ഞ പ്രാവശ്യം ബിസിനസ് തുടങ്ങാൻ പാടില്ലാത്തവർ എന്ന് പറഞ്ഞതുപോലെ ഇപ്രാവശ്യം ബിസിനസ് തുടങ്ങാൻ പാടുള്ളവർ, അതിലുള്ള ബിസിനസ് തുടങ്ങാൻ കഴിവുള്ളവരുടെ ഒരു ഗുണത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. അടുത്ത എപ്പിസോഡ് കഴിവില്ലാത്തവർ, കഴിവുള്ളവർ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. നിങ്ങൾ ക്ഷമിക്കണം, അങ്ങനെ എല്ലാം കറക്റ്റായിട്ടൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. ഇന്ന് ബിസിനസ് തുടങ്ങാൻ കഴിവുള്ളവർക്ക് കാണുന്ന ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കടം വാങ്ങാൻ കഴിവുള്ളവരായിരിക്കും അവർ, കടം വാങ്ങാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. അപ്പോൾ കടം വാങ്ങാതിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് കടം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നിനക്കറിയാം അത് ഒരിക്കലും അയാൾ വെറുതെ ചോദിക്കില്ല, അതിനൊരു തക്കതായ കാരണം ഉണ്ടാവും. ഇനി കൊടുത്താൽ തന്നെ അയാൾ തിരിച്ചു തരുമെന്ന് 100% ഉറപ്പായിരിക്കും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കും. ആ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ആ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ, ആ ഒരു പെരുമാറ്റം, ബിഹേവിയർ, അതിലേക്ക് നിങ്ങൾ എത്താൻ ഒരു സുപ്രഭാതത്തിൽ കഴിയില്ല. അതിന് നിങ്ങളുടെ ദുശ്ശീലങ്ങൾ, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ക്യാരക്ടർ ഒക്കെ കാരണമാണ്. നിങ്ങളിങ്ങനെ കള്ളും കുടിച്ചൊക്കെ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓനിങ്ങനെ കള്ളം കുടിച്ച് നടക്കുന്ന ആളാണ്, ഓനൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ള ഒരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് പൈസ കടം കിട്ടുന്നില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല കാരണം, നിങ്ങൾ തന്നെയാണ് കാരണം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സർക്കിൾ, ആ ഒരു ഫ്രണ്ട്സിനെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ കമ്പനി തുടങ്ങിയത് ഒരു 30ാമത്തെ വയസ്സിലാണ്. 13,000 ദിറംസാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. 54,000 ദിറംസ് ഞാൻ കടം 31 ആളിൽ നിന്നാണ് വാങ്ങിയത്. അതിന് പല ആൾക്കാരൊന്നും എൻ്റെ 3-4 ജനറേഷനിൽ ഒരാളും ബിസിനസ്സുകാരില്ലാത്ത ആൾക്കാരാണ്. ഒരു പെട്ടിപ്പീടിയ പോലും ഇല്ലാത്ത ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ വാങ്ങിയത് ഞാൻ കിട്ടുമ്പോൾ തരും. ഞാൻ ബിസിനസ് തുടങ്ങാനാണ്, പക്ഷേ ഞാൻ എല്ലാ ആൾക്കാർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ തന്നിട്ടുണ്ട്. തരാത്ത ആൾക്കാർ എന്നോട് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്, ഷാജി എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തരുമായിരുന്നു, അടുത്ത മാസം തന്നാൽ മതിയോ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് 500 തന്ന ആൾക്കാരുണ്ട്, 1200 തന്ന ആൾക്കാരുണ്ട്, 4800 തന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ പറയാൻ കാര്യം അവരോടുള്ള എൻ്റെ ആ ഒരു ഇതാണ്, താങ്ക്സ് ആണ്. ഞാൻ ആ ഒരു നമ്പർ, അവരുടെ പേര് പറയാത്തതാണ്. അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയും ഇപ്പോൾ എവിടെ എത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. 2020 നമ്മളുടെ കമ്പനി 1000 crore ക്ലോക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറ്റാൻ എനിക്കും എൻ്റെ ടീമിനും പറ്റിയിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ കടം വാങ്ങിയിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും എനിക്ക് ആ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ കടം വാങ്ങാനുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കണം, ആ ഒരു കെൽപ്പ് ഉണ്ടാവണം, ആ ഒരു കഴിവുണ്ടാവണം. അത് നിങ്ങൾക്ക് ബിസിനസ്സിൽ തുടങ്ങുന്ന സമയത്ത് മാത്രമല്ല, തുടങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനത്തെ ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ വളരെ എളുപ്പമായിരിക്കും. ആ ഒരു സ്വഭാവം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. ഞാൻ കടം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂല എന്നാണെന്നുണ്ടെങ്കിൽ, എനിക്കങ്ങനെ ഒരു സർക്കിൾ ഇല്ല എങ്കിൽ, എനിക്കങ്ങനെ ഒരു പെരുമാറ്റം ഇല്ല എങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് പേടിക്കണം, ഉണ്ടാക്കാൻ നോക്ക്.